Meet the editors. വന്ദേമാതരത്തിൽ വെട്ടിലോ എന്നതാണ് ചോദ്യം. സുനിൽ, വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടത്തിയ സമരം, പാർലമെന്റിന് പുറത്ത് നടത്തിയ പ്രതിഷേധം, ആ ബില്ലിനെതിരെ നടത്തിയ പ്രതിഷേധം, AICC ആസ്ഥാനത്ത് തന്നെ ഇന്ന് എന്താണ് സംഭവിച്ചത്? അത് വിശദീകരിക്കാൻ പോലും പാർട്ടിക്ക് പറ്റുന്നില്ല അല്ലേ? തീർച്ചയായും കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് ഇക്കാര്യത്തിൽ. വന്ദേമാതരം ഇന്ന് അതിൻ്റെ മുഴുവൻ ഭാഗവും ഇന്ന് ചെങ്കോട്ടയിൽ ആലപിച്ചു എന്നത് വലിയൊരു രാഷ്ട്രീയ സന്ദേശമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു നടത്തിയത് ചെങ്കോട്ടയിൽ വെച്ചാണ്. അതിന് വലിയ കാര്യമുണ്ട്, അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് നെഹ്റു ഈ ചെങ്കോട്ട സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനത്തിന് തിരഞ്ഞെടുത്തത് എന്നത് നമുക്കറിയാലോ. ഈ ചെങ്കോട്ട നിലനിൽക്കുന്ന പ്രദേശം ഒരുപാട് അഭയാർത്ഥികൾ, അന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അന്ന് വിഭജനത്തിൻ്റെ കാലം കൂടിയായിരുന്നു. അപ്പോൾ ഒരുപാട് അഭയാർത്ഥികൾ വന്ന സ്ഥലമായിരുന്നു. മാത്രമല്ല 1857 അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫർ അദ്ദേഹം ഒരുപാട് തവണ ബ്രിട്ടീഷ് പട്ടാളത്തെ നേരിട്ട് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിജയിച്ച ശേഷം മുഗൾ ചക്രവർത്തിയായ ബഹദൂർ സഫർ ഈ ചെങ്കോട്ടയിൽ നിന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം പല കാലങ്ങളിലും നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു മതേതര സന്ദേശം നൽകുക എന്നതുകൂടിയായിരുന്നു സ്വാതന്ത്ര്യദിന പ്രഖ്യാപനം ചെങ്കോട്ടയിൽ വെച്ച് നെഹ്റു നടത്താനുള്ള തീരുമാനത്തിന് പിന്നിൽ. അപ്പം ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു മതേതര സന്ദേശം വളരെ ശക്തമായി നൽകാൻ അന്ന് നെഹ്റു ആയാലും അബുൽ കലാം ആസാദ് ആയാലും ഗാന്ധിജി ആയാലും എല്ലാ സ്വാതന്ത്ര്യ സമര പോരാളികളും അന്ന് നൽകിയിട്ടുണ്ട്. 1937 കൽക്കട്ടയിൽ നടന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗത്തിലാണ് വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ സ്റ്റാൻസും പാടുന്നത് അത് ഇന്ത്യയുടെ മതേതര സങ്കല്പത്തിനെതിരാണ് എന്ന ഒരു ആശയം ഉയർന്നു വരികയും അന്ന് അബുൽ കലാം ആസാദൊക്കെയാണ് വലിയ ശക്തമായി വിമർശനം ഉയർത്തിയത്. പിന്നീട് നെഹ്റു ഇക്കാര്യത്തിൽ ടാഗോറിൻ്റെ അഭിപ്രായം തേടുന്നു. അങ്ങനെ രവീന്ദ്രനാഥ് ടാഗോറാണ് അത് എഡിറ്റ് ചെയ്ത് ആദ്യത്തെ 2 സ്റ്റാൻസ് പാടിയാൽ മതി എന്നുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് അന്ന് കോൺഗ്രസ് 1950 വന്ദേ മാതരം 2 സ്റ്റാൻസ് മാത്രം പാടുക എന്നുള്ള ഒരു ദേശഭക്തി ഗാനം, ദേശീയ ഗാനം എന്ന നിലയിൽ അംഗീകരിച്ചു പോരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസ് എന്നല്ല സർക്കാർ പരിപാടികളിലും ഔദ്യോഗിക പരിപാടികളും ദേശീയ ഗാനത്തിനൊപ്പം വന്ദേ മാതരം പാടുന്നത് 2 സ്റ്റാൻസ് മാത്രമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ സ്റ്റാൻസും പാടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിൻ്റെ അതിൻ്റെ തുടർച്ചയിലാണ് പിന്നീട് ഇപ്പോൾ ഈ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ബില്ല് കൊണ്ടുവന്ന് ദേശീയ ഗാനത്തിൻ്റെ ജനഗണമന പോലെ തന്നെ വന്ദേ മാതരത്തിന് ഒരു സ്റ്റാറ്റസ് നൽകിക്കൊണ്ടുള്ള നിയമ ഭേദഗതി കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യദിന ആഘോഷമാണ് ഇന്ന് രാജ്യത്ത് നടന്നത്. ആ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ചെങ്കോട്ടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ സ്റ്റാൻസും ഇന്ന് ചൊല്ലി. തൊട്ട് പിന്നാലെയാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് ഇന്ന് വന്ദേ മാതരം മുഴുവൻ ചൊല്ലിയ സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇവിടെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ വളരെ ശക്തമായി കോൺഗ്രസ് ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ബില്ല് പാർലമെൻറ്റിൽ വന്നപ്പോൾ അത് ജനഗണമന ദേശീയ ഗാനത്തിൻ്റെ അതേ സ്റ്റാറ്റസ് നൽകാനുള്ള പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ഓഫ് നാഷണൽ ഓണർ ആക്ട് 1971 ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ശക്തമായി ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് അറിയിച്ചതാണ്. അതിനുശേഷം സ്വാഭാവികമായും കോൺഗ്രസ് ഒരിക്കലും ഒരു 2 സ്റ്റാൻസിനപ്പുറത്ത് വന്ദേ മാതരം മുഴുവനായി ചൊല്ലുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ന് അതല്ല കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ ആസ്ഥാനത്ത് സംഭവിച്ചത്. അപ്പോൾ ഈ വന്ദേ മാതരം ചൊല്ലി തുടങ്ങി 2ാമത്തെ സ്റ്റാൻസ് കഴിയുമ്പോൾ സോണിയാഗാന്ധി അസ്വസ്ഥയാകുന്നുണ്ട്, രാഹുൽ ഗാന്ധി അസ്വസ്ഥനാകുന്നുണ്ട്, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അസ്വസ്ഥനാകുന്നുണ്ട്. തൊട്ടു പിന്നാലെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഇങ്ങനെയാണ്: അതായത് ഇവിടെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നത് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അനാവശ്യ വിവാദം ഉണ്ടാക്കേണ്ട സാഹചര്യമില്ല, ഇവിടെ മുഴുവനായും വന്ദേ മാതരം ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് സോണിയാഗാന്ധി നോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഒരു ചെയർ ചോദിച്ചതാണ് എന്നൊരു അപഹാസ്യമായ മറുപടി കൂടി ജയറാം രമേശ് നൽകിയിരിക്കുകയാണ്. ഏതായാലും കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രതിസന്ധിയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ
ഞാൻ ഈ സാഹചര്യത്തെ കാണുന്നത് വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയ നീക്കം എന്ന നിലയിലാണ്. നോക്കൂ, ദേശീയ തലത്തിൽ BJP കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ വെപ്പണായിട്ടാണ് BJP ഈ വന്ദേമാതരത്തെ കൊണ്ടുവരുന്നത്. നമുക്കിന്ന് രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ, പരീക്ഷ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്ന പ്രശ്നം, CJP സമരം, ആ സമരത്തിന് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു. കേന്ദ്ര സർക്കാരിനെതിരെ യുവാക്കളുടെ അമർഷം ആകെ കത്തുന്ന ഒരു സാഹചര്യത്തിലാണ് വന്ദേമാതരം പോലൊരു ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയും അതിന് പിന്നാലെ ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേമാതരം മുഴുവനായി ചൊല്ലണം എന്ന ഒരു നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകുകയും അതിപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേമാതരം മുഴുവനായി ചൊല്ലുന്ന ഒരു രാഷ്ട്രീയ നീക്കം, അത് രാഷ്ട്രീയ നീക്കം തന്നെയാണ്. അത് BJP കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ നടപ്പാക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇന്ന് കോൺഗ്രസിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളും അത് അംഗീകരിച്ചുകൊണ്ട് വന്ദേമാതരം മുഴുവൻ സ്റ്റാൻസും ചൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് നേരെ തിരിച്ചാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ കോൺഗ്രസ് മുഴുവൻ സ്റ്റാൻസും ചൊല്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ ആസ്ഥാനത്ത് സംഭവിച്ചിരുന്നു എന്ന് കരുതുക. BJP പ്രചരിപ്പിക്കാൻ പോകുന്നത് എന്തായിരിക്കും? BJP പറയുക തീർച്ചയായും ഈ വന്ദേമാതരം രാജ്യത്തെ അപമാനിച്ചു, വന്ദേമാതരത്തെ അപമാനിച്ചു എന്ന് തുടങ്ങിയുള്ള പിന്നെ രാഷ്ട്രീയ ക്യാമ്പയിൻ, നേരത്തെയൊക്കെ തന്നെ നമ്മൾ കണ്ടതുപോലെയുള്ള രാഷ്ട്രീയ നീക്കം BJP നടത്തും. അപ്പോൾ ഈ ഇരുതല മൂർച്ചയുള്ള വാൾ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് തീർച്ചയായും ഈ വിഷയത്തിൽ കോൺഗ്രസ് നേരിടുന്നത്. പക്ഷേ അപ്പോഴും ഒരു ശക്തമായൊരു നിലപാട് സ്വീകരിക്കുക എന്നത് കോൺഗ്രസ് ഇനിയെങ്കിലും പഠിക്കണം എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നിൽക്കണം. നിങ്ങൾക്ക് തന്ത്രപരമായ ഒരു രാഷ്ട്രീയ സമീപനം അക്കാര്യത്തിലുണ്ട് എങ്കിൽ നിങ്ങൾ ആ തന്ത്രപരമായ രാഷ്ട്രീയ സമീപനത്തിൻ്റെ ഭാഗമായി പാർലമെൻറ്റിലും പുറത്തും മറ്റ് എല്ലാ ഇടങ്ങളിലും ആ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അതല്ല എങ്കിൽ നിങ്ങൾ ശക്തമായി എതിർത്ത് മുന്നോട്ട് പോകാനുള്ളൊരു നിലപാട് സ്വീകരിക്കണം. ഇപ്പോൾ കേരളത്തിൽ വന്ദേമാതരം ചൊല്ലിയിട്ടില്ല, മുഴുവൻ സ്റ്റാൻസും ചൊല്ലണം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇവിടെ കേരളത്തിൽ മുഴുവൻ ഭാഗവും ചൊല്ലാതെയുള്ള തീരുമാനമാണ് ഇവിടുത്തെ സർക്കാർ എടുത്തത്. അതേസമയം പൂർണ്ണമായി ഒഴിവാക്കി. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഇപ്പോൾ കർണാടകത്തിലാണെങ്കിൽ, അതുപോലെ തന്നെ തെലങ്കാനയിലാണെങ്കിൽ, ഹിമാചൽ പ്രദേശിലാണെങ്കിൽ മുഴുവൻ സ്റ്റാൻസും ചൊല്ലുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. അപ്പോൾ രണ്ട് നിലപാടുണ്ട്. മാത്രമല്ല ഇപ്പോൾ മുഴുവൻ സ്റ്റാൻസും ചൊല്ലാനുള്ള ഒരു തീരുമാനം എടുത്തു. അപ്പോൾ സേവാദളിൻ്റെ തലയിൽ ഇത് ചാരുന്നതിന് പകരം ഇത് ചൊല്ലിക്കഴിഞ്ഞപ്പോഴാണ് സോണിയാഗാന്ധി അറിയുന്നത്, രാഹുൽ ഗാന്ധി അറിയുന്നത്, മല്ലികാർജ്ജുൻ ഖാർഗെ അറിയുന്നത്. പക്ഷേ ജയറാം രമേശിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അദ്ദേഹം ഇത് മുൻകൂട്ടി അറിഞ്ഞ പോലെയാണ് പ്രതികരിക്കുന്നത്. ഇതിൽ കുഴപ്പമില്ല, ഇത് വിവാദമാക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായമാണ് ജയറാം രമേശിന്റെ ഭാഗത്ത്. സോണിയാഗാന്ധിക്ക് നോക്കൂ, ഇത് ഈ ഒരു കേസിനെ കോൺഗ്രസ് പേടിക്കുന്നു. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കേസിനെ കോൺഗ്രസ് ഭയപ്പെടുന്നു. നിങ്ങൾ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം രാജ്യത്തെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്നിരിക്കെ ആ നിയമം നിങ്ങൾ ലംഘിച്ചാൽ നിങ്ങൾ ജയിലിൽ പോകുമെങ്കിൽ ജയിലിൽ പോകണമായിരുന്നു. അങ്ങനെയുള്ള പ്രതിരോധം നടത്തിയാണ് ഇന്ത്യ സ്വതന്ത്രയായത്. അങ്ങനെയുള്ള സമരം നടത്തിയിട്ടാണ്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ എങ്ങനെയാണ് കോൺഗ്രസ് സമരം നടത്തിയത്? ബ്രിട്ടീഷുകാർക്കെതിരെ സർദാർ പട്ടേലും നെഹ്റുവും ഗാന്ധിയും അബുൽ കലാം ആസാദും അതുപോലെയുള്ള എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളും നടത്തിയ പോരാട്ടമുണ്ടല്ലോ. ആ പോരാട്ടം നിയമത്തെ അംഗീകരിക്കലായിരുന്നില്ലല്ലോ, നിയമത്തിനെതിരെയുള്ള സമരമായിരുന്നു, നിയമത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു. ഭഗത് സിംഗ് പാർലമെൻറ്റിലേക്ക് കയറി ഈ ഡൽഹിയിലെ ജുമാ മസ്ജിദിന് സമീപത്തുള്ള ഒരു ഗലിയിൽ രഹസ്യമായി താമസിച്ചുകൊണ്ടാണ് ഭഗത് സിംഗ് പിന്നീട് പാർലമെൻറ്റിലേക്ക് വന്ന് അവിടെ ബോംബ് എറിയുന്നത്. അപ്പം ഇതൊക്കെ അന്ന് ബ്രിട്ടീഷ് നിയമത്തിനെതിരെയുള്ള വലിയ പോരാട്ടമായിരുന്നു. ഇന്ത്യ സ്വതന്ത്രയായി. ഇപ്പോൾ ഇവിടെ കരിനിയമങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് ആ നിലയിൽ എതിർത്ത് മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ വിവേകവും രാഷ്ട്രീയ ധാർമ്മികതയും രാഷ്ട്രീയ ധൈര്യവും കോൺഗ്രസിനുണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ട് നിലപാട് കോൺഗ്രസ് സ്വീകരിക്കരുത് എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ വന്ദേമാതരം മുഴുവനായി ചൊല്ലാനുള്ള തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ രണ്ട് സ്റ്റാൻസ് മാത്രമേ പാടുകയുള്ളൂ, ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് ഉറക്കെ വ്യക്തമാക്കിക്കൊണ്ട് ആ നിലപാടുമായി മുന്നോട്ട് പോവുക, എല്ലായിടത്തും അത് പാലിക്കുക എന്നാണ്. അപ്പോൾ രണ്ട് തോണിയിൽ കാലിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് അവസാനിപ്പിക്കണം എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. ഏതായാലും കോൺഗ്രസ് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വെട്ടിലാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, വന്ദേമാതരത്തിൽ കോൺഗ്രസ് വെട്ടിലാണ്. അങ്ങനെ വെട്ടിലാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നോക്കൂ,
1937 കോൺഗ്രസ് പ്രവർത്തക സമിതിയിലാണ് മുഴുവൻ സ്റ്റാൻസയും ചൊല്ലേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അത് മതേതരത്വത്തിന് വിരുദ്ധമായി വരുന്ന ഒരു തീരുമാനമാകും മുഴുവൻ സ്റ്റാൻസയും ചൊല്ലിയാൽ എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അതിൽ ഹിന്ദുമതത്തിലെ ദേവികളെയൊക്കെ പ്രകീർത്തിക്കുന്ന ഭാഗമാണ് പിന്നീടുള്ളത്. അപ്പോൾ ഈ പറയുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന് കൂടി സ്വീകാര്യമായ എല്ലാവർക്കും പാടാവുന്ന ഒരു ദേശീയ ഗാനം എന്നത് ദേശീയ ഗീതം എന്ന രൂപത്തിൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ അവയിൽ മതപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അത് മറ്റു സമുദായങ്ങളുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല. മുസ്ലിം സുഹൃത്തുക്കൾ ഗാനത്തിലെ ചില ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആക്ഷേപങ്ങളെ കമ്മിറ്റി അംഗീകരിക്കുന്നു എന്ന വാചകമാണ് അവിടെ പറഞ്ഞത്. ഒരു ചരിത്ര നോവലിന്റെ ഭാഗമായതിനേക്കാൾ പ്രാധാന്യം ആ പാട്ടിന് ദേശീയമായി കൈവന്നിരിക്കുന്നു എന്ന വസ്തുത കമ്മിറ്റി അംഗീകരിക്കുന്നു. ഇതൊക്കെ പരിഗണിച്ച് എപ്പോഴൊക്കെയാണോ വന്ദേമാതരം പാടുന്നത് അപ്പോൾ ആദ്യത്തെ 2 ഖണ്ഡികൾ മാത്രം പാടിയാൽ മതി എന്ന് കമ്മിറ്റി തീരുമാനിക്കുകയാണ്. അതിലെ വന്ദേമാതരത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് തന്നെ മറ്റ് ദേശഭക്തി ഗാനങ്ങൾ കൂടി പരിശോധിക്കുന്നതിന് അന്ന് മൗലാന അബ്ദുൽ കലാം ആസാദ്, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, നരേന്ദ്രദേവ് എന്നിവരുൾപ്പെട്ട കമ്മിറ്റിയെ കോൺഗ്രസ് സമ്മേളനം തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരു വ്യക്തതയുണ്ടായിരുന്നു 2 സ്റ്റാൻസ മതി എന്നുള്ളത്. അത് 1937 ഉണ്ടായിരുന്ന വ്യക്തതയാണ്. ആ വ്യക്തത നീണ്ട 89 വർഷങ്ങൾക്കിപ്പുറവും കോൺഗ്രസ് അണികൾക്കും കോൺഗ്രസിലെ മുഴുവൻ നേതാക്കൾക്കും ബോധ്യമായിട്ടില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. അതായത് ഒരു തീരുമാനം പാർട്ടി കൈക്കൊള്ളുന്നു, ആ തീരുമാനത്തിനനുസരിച്ച് ഇത്രയും കാലം പോകുന്നു. ഇവിടെ പാർലമെന്റിൽ മാത്രം പറയാനായി എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലപാട്? പാർലമെന്റിൽ മാത്രം സമരം ചെയ്യാനായി ഒരു നിലപാട് എന്താണ്? അപ്പോൾ പുറത്ത് ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നു എന്ന സന്ദേശമാണോ കോൺഗ്രസ് നൽകുന്നത്? അപ്പോൾ ഇത് ഇപ്പോൾ നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് 2 നിലപാടെടുക്കുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസിൽ എല്ലാവർക്കും ആ നിലപാടല്ല. കാരണം നമ്മുടെ മുന്നിൽ കോൺഗ്രസിൽ ആദ്യം നെഹ്റുവിനെയാണ് കാണുന്നത്. നെഹ്റുവിനുണ്ടായിരുന്ന വ്യക്തത, ആ വ്യക്തത പകർന്നു കിട്ടിയ നേതാക്കളുമുണ്ട്. നമുക്കിപ്പോൾ അറിയാവുന്നതുപോലെ RSS വിരുദ്ധമായ ശക്തമായ നിലപാടെടുത്തതുകൊണ്ട് ഏറ്റവും അധികം കേസുകൾ നേരിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. നമുക്കറിയാവുന്ന പോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് കേസുകളുണ്ട്. സവർക്കറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് വിടുതൽ കിട്ടിയത്. രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് RSS വിരുദ്ധ നിലപാട് അദ്ദേഹം പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. പക്ഷേ അത് മറ്റ് നേതാക്കളിലേക്ക് എത്രത്തോളം പകർന്നു കിട്ടുന്നു? പല കാര്യങ്ങളിലും ഇപ്പോൾ കോൺഗ്രസിന് ഒരു വ്യക്തതയില്ലാത്ത നിലപാടുകൾ പല നേതാക്കൾ പല രൂപത്തിൽ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. പവൻ ഖേര എന്താണ് പറഞ്ഞത്? ഇത് കോൺഗ്രസിന്റെ തന്നെ ഗീതമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറയാനാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ആ പ്രതിഷേധം, സമരം എന്നുള്ള ചോദ്യം തിരിച്ച് നേതാക്കളിലേക്ക് വരികയാണ്. ഇത് കോൺഗ്രസ് നേതാക്കൾ, നേരത്തെ സുനിൽ പറഞ്ഞതിലൂടെ എനിക്ക് മറ്റൊരു വിയോജിപ്പുള്ളത്, ഇത് കേസെടുക്കുമെന്ന ഭയത്തിൽ, അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധി സ്റ്റോപ്പ് എന്ന് പറയില്ലല്ലോ. സോണിയാഗാന്ധി സ്റ്റോപ്പ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തടയാൻ ശ്രമിക്കുന്നു, ഖാർഗെ തടയാൻ ശ്രമിക്കുന്നു. വന്ദേ മാതരം മുഴുവനായി പാടണം എന്ന് ഇപ്പോഴും ഒരു നിയമമില്ല രാജ്യത്ത്. 2026 തടസ്സപ്പെടുത്തിയാൽ കേസാണെന്ന് ആലോചിക്കാതെയാണ് സോണിയാഗാന്ധി തടസ്സപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് 2 സ്റ്റാൻസ മതി എന്ന ഉറച്ച തീരുമാനം സോണിയാഗാന്ധിക്കുള്ളതുകൊണ്ടാണ്. സോണിയാഗാന്ധിക്കും ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കുമുള്ള ഉറച്ച തീരുമാനം എന്തുകൊണ്ടാണ് മറ്റു നേതാക്കളിലേക്ക് എത്താതിരിക്കുന്നത്? അതല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന നിലപാട് അണികളിലേക്കും ഈ പറയുന്ന മറ്റു നേതാക്കളിലേക്കും കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട വീഴ്ചയല്ലേ? ആ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഇത് നമുക്ക് ഇപ്പോൾ അവിടെ സേവാദളിനെ ഏൽപ്പിച്ചു, സേവാദൾ പുറത്തുനിന്ന് പാട്ടുകാരെ കൊണ്ടുവന്നു, അവർ മുഴുവൻ പാടിയിട്ടേ നിർത്തിയുള്ളൂ എന്ന് പറയുന്ന ഒരു സാങ്കേതികമായ കാരണമാണ്. അത് എത്രത്തോളം നിൽക്കുന്ന വാദമാണ്? ആ വാദം നിൽക്കില്ല. സേവാദളിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ സേവാദളിന് അതിൽ ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയുള്ളവർക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും. സോണിയാഗാന്ധി അതിരൂക്ഷമായും രോഷത്തോടു കൂടി തന്നെയാണ് സേവാദളിലെ പ്രവർത്തകരെയും അവിടെ നിന്നും വിമർശിക്കുന്നതും അവരോട് രോഷത്തോട് പ്രതികരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്താണ് നമ്മൾ കാണുന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ, കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും പൂർണ്ണമായി ആലപിക്കുന്നതാണ് കാണുന്നത്. നമുക്ക് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ നേരത്തെ ഈ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ടൊരു വിവാദം നിൽക്കുന്നുണ്ടെന്ന് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിനും ഈ പറയുന്ന നിയമസഭയിലാണ് മുഴുവൻ ആലപിക്കാനൊന്നും ഇവർക്ക് ആർക്കും തന്നെ വന്ദേമാതരം അറിയില്ല. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ വന്ദേമാതരം എന്നുള്ള ഭാഗം മാത്രം പാടുന്നു. പക്ഷേ എല്ലായിടത്തും മുഴുവൻ, അത് ഹിമാചലിൽ, തെലങ്കാനയിൽ ഒപ്പം തന്നെ പിന്നെ കർണാടകയിൽ 3ഇടത്തും പൂർണ്ണമായി ആലപിച്ചിരിക്കുകയാണ്. അപ്പോൾ നേതൃത്വം എടുക്കുന്ന നിലപാട് എത്രത്തോളമാണ് താഴേക്ക് എത്തിച്ചെല്ലുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുമ്പോൾ പാർട്ടി നേതൃത്വമാണ് പരിഹാസ്യമാകുന്നതിനുള്ള യാഥാർത്ഥ്യമാണ്. കേരളം മാത്രമാണ് അതിൽ മാതൃക കാണിച്ചിരിക്കുന്നത്. അത് പാടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി ആസ്ഥാനത്ത് ഈ 2 സ്റ്റാൻസിൽ നിർത്തുകയും ചെയ്തിരിക്കുന്നു. ഇനി ഇതിനെ വിമർശിച്ചു കൊണ്ടുവന്ന BJP കാണിച്ചു കൂട്ടിയ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. കേരളത്തിലും
ഏറ്റവും പരിഹാസ്യമായ കാര്യം കോഴിക്കോട് കോർപ്പറേഷനിൽ, അതായത് അവിടെ മേയർ അടക്കമുള്ളവർ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അതേസമയം ദേശീയ ഗാനത്തെ അപമാനിച്ചുകൊണ്ട് അപ്പുറത്ത് വന്ദേ മാതരം പാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു തമാശ രീതിയിലേക്ക് അത് മാറുകയാണ്. എന്നിട്ട് കാസർഗോഡും ഇതേ കാഴ്ച. കാസർഗോഡ് വന്ദേ മാതരം BJP നേതാക്കൾ പാടുമ്പോൾ അവർക്ക് വരികൾ അറിയില്ല. വരികൾ അറിയാതെ മൊബൈൽ നോക്കി പാടിയിട്ട് പോലും എല്ലാവർക്കും ഈ വന്ദേ മാതരം മുഴുവൻ അറിയുകയൊന്നുമില്ല. അത് വരികൾ നോക്കി പാടിയിട്ട് പോലും വന്ദേ ഭാരതം എന്ന് പാടുന്നതൊക്കെ ഉള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഏറ്റവും പരിഹാസ്യമായ ഒരു കാര്യം അവിടെ നടക്കുന്നു. നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളും ഇത്തരത്തിൽ കൺഫ്യൂഷൻ നമ്മൾ കാണുന്നത്. ഈ നെഹ്റുവിന് ഇപ്പോൾ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ക്ലാരിറ്റി, ആ ക്ലാരിറ്റിയാണോ പിന്നീടുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നത്, അല്ലേ? അവിടെ ഒരു രാംലല്ല അവിടെ കൊണ്ടുവയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അത് അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് നെഹ്റു പറഞ്ഞിരുന്നതാണ്. അന്നത്തെ എന്താണ് UP മുഖ്യമന്ത്രിയോടാണ് കാര്യം പറഞ്ഞത്. രാമവിഗ്രഹം പള്ളിയിലേക്ക് ഒളിച്ചു കടത്തിയത് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞത്. അന്ന് പക്ഷേ അവിടുത്തെ മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്ത്, അല്ലേ, അദ്ദേഹം ആ വിഗ്രഹം അവിടെ നിന്ന് എടുത്തു മാറ്റാതിരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വികാരം വ്രണപ്പെടുമെന്ന് വിചാരിച്ച് അത് അവിടെ നിന്ന് എടുത്തു മാറ്റിയില്ല. പിന്നീട് കാലങ്ങൾക്ക് ശേഷം അതെങ്ങനെയാണ് വികസിച്ച് വേറെ രൂപത്തിലെത്തിയെന്ന് നമുക്കറിയാം. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് അവിടെ വാതിൽ തുറന്നു കൊടുക്കുന്നത്, അത് പള്ളിയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നത്. നരസിംഹറാവുവിൻ്റെ കാലത്താണ് പള്ളി പൊളിക്കുന്നത്. ആ ഒരു സംഭവത്തിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞ് രാമക്ഷേത്രം വരുമ്പോഴേക്കും നമ്മൾ കാണുന്നത് എന്താണ്? രാമക്ഷേത്രത്തിന് വേണ്ടി ഇഷ്ടികൾ നൽകാൻ തയ്യാറാവുന്ന കമൽനാഥിനെയാണ് കാണുന്നത്. രാമക്ഷേത്രത്തിന് ഉദ്ഘാടന സമയത്ത് തന്നെ വിളിച്ചില്ല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ അവർക്ക് ഈ പറഞ്ഞ അതാണ് ഈ മൃദു ഹിന്ദുത്വ സമീപനം എന്നൊക്കെ പല നേതാക്കളെ പറ്റി വിമർശിക്കുന്നത്. ഇതിലൊരു ഒരു ക്ലാരിറ്റി കുറവ്. എവിടെ ഏത് രൂപത്തിൽ പ്രതികരിക്കണം, അഥവാ അത് വോട്ട് നഷ്ടമാകുകയാണോ, നിലപാട് ക്ലാരിറ്റിയോടുകൂടി എല്ലാവരിലേക്കും എത്തിക്കുകയാണോ പ്രധാനമെന്നുള്ള ചോദ്യം. അപ്പോൾ ഇന്നിപ്പോൾ ഈ മുഴുവൻ ആലപിച്ചിരിക്കുന്നത് BJPയുടെ തന്ത്രത്തിന് തടയിടാനാണെന്ന് കരുതുന്നില്ല. ഇതിൽ വ്യക്തതയില്ലാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഴുവൻ ആലപിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമല്ലോ എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ദേശീയ നേതൃത്വം എടുത്ത നിലപാട് താഴേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൽ കൃത്യമായൊരു നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എവിടെയും അത് പാടിയിട്ടില്ല ഔദ്യോഗിക പരിപാടികൾ എന്നുള്ളതാണ് ഇവിടെ എടുത്തിരിക്കുന്ന നിലപാട്. അത് ഏക ആശ്വാസം, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ആകെ ആശ്വാസമായിരിക്കുന്നത് കേരളം മാത്രമാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രതികരണത്തിൽ ലഭ്യമാകേണ്ടതുണ്ട്. ഈ പറയുന്ന ജയറാം രമേശിന്റെ പ്രതികരണമായിരിക്കില്ല അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. അവർ അത് ആ നിലപാട് പരസ്യമായി തന്നെ പറയേണ്ടതുണ്ട്. ഇതുവരെ എടുത്ത സമരം, പ്രതിഷേധം അത് ആ നിലപാടുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ തരത്തിൽ വീഴ്ച പറ്റിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കേണ്ടതുമാണ്. വന്ദേ മാതരത്തിൽ വെട്ടിലോ കോൺഗ്രസ്? വന്ദേ മാതരത്തെക്കുറിച്ച് കോൺഗ്രസിന് നേരത്തെ ഞങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പതിറ്റാണ്ടുകളായ ഒരു അഭിപ്രായമുണ്ട്, നിലപാടുണ്ട്, നയമുണ്ട്. അത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അലയടിച്ച വലിയ ദേശീയ വികാരം സ്വാതന്ത്ര്യലബ്ധിക്ക് അനുകൂലമായി വഴിതിരിച്ചുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന നിലയ്ക്ക് ആഘോഷിക്കപ്പെട്ടതാണ്. അത് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഈ ഓരോ ഘട്ടത്തിലും വന്ദേമാതരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായപ്പോൾ ദേശീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടായത്. അങ്ങനെയാണ് നേരത്തെ സുനിൽ സ്മൃതി മാഡം ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ടാഗോറുമായുള്ള അഭിപ്രായം അടക്കം തേടിക്കൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. മഹാകവിയാണ് ഒന്നാമത്തേത്, രാഷ്ട്രീയ ബോധ്യമുള്ള ഒരാളാണ്, നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ രചയിതാവാണ്. അങ്ങനെ കൃത്യമായി ചോദിച്ച ദേശീയ നേതാക്കൾ, ഒന്നാമത്തെ സർക്കാരിലെ മന്ത്രിമാരടക്കമുള്ളൂ. ഇപ്പോൾ നമ്മൾ ശ്യാമപ്രസാദ് മുഖർജിയുടെ ഒക്കെ കാര്യം ചോദിക്കും, ദേശീയ നേതാക്കളാണ് സർക്കാരിൻ്റെ ഭാഗമായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളിലെല്ലാം നിന്നതിന് ശേഷമാണ് ഈ 2 സ്റ്റാൻസ മാത്രമായി വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിക്കുന്നത്. അങ്ങനെ അംഗീകരിച്ച ദേശീയ ഗീതം പിന്നീട് ഈ പതിറ്റാണ്ടുകൾ ഇത്രയും കടന്നതിന് ശേഷം വന്ദേ മാതരത്തിൻ്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അത് പൂർണ്ണാർത്ഥത്തിൽ ആലപിക്കണം എന്ന തീരുമാനമുണ്ടാകുന്നു. നിയമപരമായിട്ടാണോ ഉണ്ടാകുന്നത്? ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അപ്പോഴും അത് നിയമം എന്ന നിലയ്ക്ക് അംഗീകരിക്കപ്പെടേണ്ടുന്ന, അല്ലെങ്കിൽ അത് നിർബന്ധ ബുദ്ധിയോടുകൂടി അനുസരിക്കപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. രണ്ടായിട്ട് നമ്മളതിനെ കാണണം. ഒന്ന്, സംസ്ഥാനത്ത് എന്താണ് സംഭവിച്ചത്, 2 ദേശീയ തലത്തിൽ എന്താണ് സംഭവിച്ചത്. പക്ഷേ അവിടെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട് കോൺഗ്രസിൽ എന്നതുകൂടി. സംസ്ഥാനത്ത് വന്ദേ മാതരം ആലാപനം ഉണ്ടായിട്ടില്ല. വന്ദേ മാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അത് സ്വാതന്ത്ര്യ ദിനത്തിൽ കാണാം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ. നയം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, സംസ്ഥാനത്ത് 4-ാം തീയതി പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ് വരുന്നു, എങ്ങനെയാണ് വന്ദേ മാതരം സ്വാതന്ത്ര്യ ദിനാഘോഷം ഉണ്ടാകേണ്ടത് എന്നുള്ളത്. അതിലെവിടെയും വന്ദേ മാതരം എന്ന് പറയുന്നില്ല. അതിനുശേഷം 6-ാം തീയതി 2 ദിവസം കഴിഞ്ഞ് ചീഫ് സെക്രട്ടറിയുടെ
നിർദ്ദേശം വരുന്നു. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിലാണ് ഈ പറയുന്നത് പോലെ വന്ദേമാതര ആലാപനത്തിൽ കേന്ദ്ര നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം എന്ന് പറയുന്നത്. ഈ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിൽ പുറത്തു വന്നതാണ്. അതിലാണ് ഈ 6 സ്റ്റാൻസായിട്ട് നിജപ്പെടുത്തുന്നത്. അതിനോടൊപ്പം അപ്ലോഡ് ചെയ്തിരിക്കുന്ന ലിങ്കിൽ വന്ദേമാതരത്തിന്റെ 6 സ്റ്റാൻസയുടെയും പൂർണ്ണ രൂപം ഉണ്ട് എന്നതുകൊണ്ടാണ് അത് നിർബന്ധിതമാക്കുന്നു എന്നൊരു അർത്ഥം വരുന്നത്. ചീഫ് സെക്രട്ടറി അതിപ്പോഴും റദ്ദാക്കിയിട്ടില്ല, പിൻവലിച്ചിട്ടുമില്ല. അത് നിലനിൽക്കെയാണ് വന്ദേമാതര ആലാപനം വേണ്ടതില്ല എന്ന കൃത്യമായ തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുന്നത്. ആകെ അതിന് വിരുദ്ധമായി സംഭവിക്കുന്നത് വനം വകുപ്പിന്റെ ഓഫീസിലെ പതാക ഉയർത്തൽ ചടങ്ങിൽ മാത്രമാണ്. അവിടെ വന്ദേമാതര ആലാപനം ഉണ്ടായി. അവിടെ പക്ഷേ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിട്ടില്ല, ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ മറ്റൊരു ഈ സർക്കാർ പരിപാടികളിലും വന്ദേമാതര ആലാപനം ഉണ്ടായിട്ടില്ല. അപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നയം വന്ദേമാതര ആലാപനവുമായി ബന്ധപ്പെട്ട് അത് 2 സ്റ്റാൻസ എന്നുള്ളത് മാത്രമല്ല സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി എവിടെയും ആലപിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഇത്തവണത്തെ തീരുമാനം. നമുക്ക് ഓർമ്മയുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ പറഞ്ഞത് എന്ത് ശിക്ഷ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും കാലത്തിനപ്പുറത്തേക്കുള്ള ഒരു തീരുമാനമോ ആലാപനമോ ഉണ്ടാവുകയില്ല എന്നത് തന്നെയാണ്. അത് ആ അക്ഷരാർത്ഥത്തിൽ ഇവിടെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. അതിലിനി തർക്കമില്ല. അവിടെ ദേശീയ തലത്തിൽ സംഭവിച്ചതിലേക്ക് രണ്ടാമത്തേത് പോവുകയാണ്. ദേശീയ തലത്തിൽ ഇത് ഒരു റെക്കോർഡഡ് അവതരണമായിരുന്നില്ല. ഈ പറയുന്ന സേവാദൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആശയാദർശങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അവർക്ക് രാജ്യത്ത് എവിടെയും നടക്കുന്ന രാഷ്ട്രീയ വർത്തമാനങ്ങളിലോ രാഷ്ട്രീയ മാറ്റങ്ങളിലോ രാഷ്ട്രീയ ചർച്ചകളിലോ ബോധ്യമുണ്ടാവേണ്ടതാണ്. എങ്ങനെയാണ് ചെങ്കോട്ടയിൽ ആദ്യമായി സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം ആലപിക്കപ്പെടുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യത്തെ സേവാദളിന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് അവർക്ക് അത് പൂർണ്ണമായും ആലപിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇതാണ് എന്ന് തിരിച്ചറിയപ്പെടാൻ കഴിയാതെ പോയത്? ഇത് വിശദീകരിക്കപ്പെടേണ്ടതാണ്. ഇനി സോണിയാഗാന്ധി അടക്കമുള്ളവർ തടയാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജയറാം രമേശ് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വന്ദേമാതരത്തെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് നിയമപരമായി കുറ്റകരമാണ്. അപ്പോൾ നേരത്തെ PR സുനിൽ ഇവിടെ പറഞ്ഞു എന്താണ് ഇതൊരു ആയുധമാണ് എന്നത്. ഇത് പുതിയ കാലത്ത് BJPയും RSSും മുന്നോട്ട് വെക്കുന്ന ഒരു ആയുധമാണ് എന്ന് ആരാണ് തിരിച്ചറിയേണ്ടത്? അതിൽ കൊണ്ടുപോയി തലവെക്കാതിരിക്കുക എന്ന അർത്ഥത്തിൽ കോൺഗ്രസ് ആണ് തിരിച്ചറിയേണ്ടത്. അല്ലാതെ ഇപ്പോതാ ഞങ്ങൾ വന്ദേമാതരത്തെ തടസ്സപ്പെടുത്തിയില്ലേ എന്ന് വേണമെങ്കിൽ ഈ പ്രഖ്യാപനം നടത്തി നാളെ മുതൽ ഇപ്പോൾ തന്നെ പലയിടങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് തടസ്സപ്പെട്ടില്ല, പൂർണ്ണമായി ആലപിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ നിയമപരിരക്ഷ കിട്ടുക. ഇവിടെ ഒരു തുറന്ന നിയമയുദ്ധം തുടങ്ങുകയാണ് എന്ന് വിചാരിച്ചോളൂ. RSSന്റെയും BJPയുടെയും ആയുധം എടുത്ത് തേച്ച് മിനുക്കി തിരിച്ച് കയ്യിൽ കൊടുക്കുന്നതിന് തുല്യമാണ് അത്. നാളെ മുതൽ നിയമയുദ്ധം, നാളെ മുതൽ രാഷ്ട്രീയ ചർച്ചകൾ, നാളെ മുതൽ വലിയ വിവാദങ്ങൾ, നാളെ മുതൽ വിഭജനത്തിന് ഒരു ചർച്ചാ വിഷയം എന്ന നിലയ്ക്കായിരിക്കും അത്. നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഓരോന്നിനെയും, പ്രത്യേകിച്ച് ദേശീയതയുമായി ചേർന്ന് നിൽക്കുന്ന ഓരോന്നിനെയും ആയുധമാക്കി എടുത്തിട്ടുള്ളത്. നേരത്തെ സ്മൃതി മാഡം ചൂണ്ടിക്കാണിച്ചതുപോലെ സവർക്കർ വിരുദ്ധ പരാമർശം രാഹുൽ ഗാന്ധി നടത്തി എന്ന് പറയുന്ന നിയമപര പോരാട്ടത്തിലേക്ക് ഒരുപാട് കാലം പോയി. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധിക്ക് അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് ഒരു ആശ്വാസ വിധി ഉണ്ടാകുന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ AICCയിൽ സംഭവിച്ചത് നോക്കൂ, ട്രയൽ അടക്കം നടക്കുന്നതാണ് സാധാരണഗതിയിൽ. അപ്പോൾ AICCയിൽ സംഭവിച്ചത് ഒരു പിഴവാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ പിഴവായിട്ടാണ് കോൺഗ്രസ് അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് അതുണ്ടായത്, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് അതുണ്ടായത് എന്നതുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. തെലങ്കാനയിൽ, കർണാടകയിൽ, ഹിമാചലിലൊക്കെ അത് പൂർണ്ണമായും ആലപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നയം എന്താണ്? അതോ ഇതൊന്നും ചർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയ വേദികളില്ലേ? കോൺഗ്രസിന് എങ്ങനെയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഒരു രാഷ്ട്രീയ വിഷയമുണ്ട് എങ്കിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അനവധിയൊന്നുമില്ലല്ലോ, കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നത്. ഇനി ഉദ്യോഗസ്ഥർ മാത്രം ചേർന്നാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്കിൽ അപ്പോൾ സംസ്ഥാനത്ത് അങ്ങനെയല്ലല്ലോ, രാഷ്ട്രീയമായ ഇടപെടലും തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ അതെങ്ങനെയാണ് ഇല്ലാതായി പോയത്? BJPയോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന് കോൺഗ്രസ് ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ? മറ്റു സംസ്ഥാനങ്ങളിൽ ഈ ചോദ്യങ്ങളൊക്കെ അവിടെ ഉയരുന്നുണ്ട്. ഇന്ന് മോഹൻ കുന്നുമ്മൽ VC RSSന്റെ പരിപാടിയിൽ പോയി ഈ ദിവസം പറയുകയാണ് അമ്മ ആരാണെന്ന് അറിയാത്തവരാണ് ഈ വന്ദേമാതരത്തിനെതിരെ എതിർപ്പുയർത്തുന്നത് എന്നത്. നോക്കൂ, ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ 6 സ്റ്റാൻസുകൾ വേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നത്? അതിൽ
ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായ പരാമർശങ്ങളുണ്ട് എന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. അവിടെ ഏകദൈവ വിശ്വാസമുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ദൈവവിശ്വാസമുള്ള ആളുകളുണ്ട്. വിശ്വാസങ്ങൾ, അവനവൻ്റെ വിശ്വാസം വെച്ച് പുലർത്താനുള്ള അവകാശം കൂടി നൽകുന്ന ഭരണഘടനയാണ് നമ്മുടേത്. അവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധിക്കപ്പെടുന്ന പ്രതിമകൾ നിന്റേതു മാത്രമാണ് എന്നതും ഒന്ന്. അപ്പോൾ അവിടെ വിഗ്രഹാരാധന വരുന്നുണ്ട്. രണ്ട്, നിന്റേതു മാത്രമാണ് എന്ന് പറയുമ്പോൾ അതിൽ ഏകദൈവ സങ്കല്പത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ വരുന്നുണ്ട്. താമരപ്പൂവിൽ വസിക്കുന്ന ലക്ഷ്മിയും വിദ്യ നൽകുന്ന സരസ്വതി ദേവിയും നീ തന്നെയാണ്. പരിശുദ്ധവും സമാനതകളില്ലാത്തവരും സമൃദ്ധിയേക്കുന്നതുമായ അമ്മേ, ഞാൻ നിന്നെ വന്ദിക്കുന്നു. അപ്പോൾ ഈ രാജ്യം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളിലേക്ക്, ദൈവാരാധനകളിലേക്ക് എങ്ങനെയാണ് ഒരു ദേശീയ ഗീതം രൂപപ്പെടുത്തുന്നത് എന്ന സംശയങ്ങളും ചർച്ചകളുമാണ് രണ്ട് സ്റ്റാൻസുകളിലേക്ക് അതിനെ പരിമിതപ്പെടുത്തുന്നതിന് ദേശീയ നേതാക്കളെ നിർബന്ധിക്കുകയും അവരുടെ ചിന്ത അവിടെ എത്തി നിൽക്കുകയും ചെയ്തത്. ഇത് എങ്ങനെയാണ് പൂർണ്ണാർത്ഥത്തിൽ ആലപിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം നൽകുക? അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നോക്കൂ, എത്ര രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര നിർദ്ദേശങ്ങളും കേന്ദ്ര ഉത്തരവുമായി ബന്ധപ്പെട്ട് കോടതികളിലേക്ക് പോയിട്ടുണ്ട്. ഇത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ട കാര്യമാണ്. അത് നിയമപരമായി അതായത് നമ്മുടേതൊരു മതേതര രാജ്യമാണ് എന്നിരിക്കെ വിശ്വാസപരമായ കാര്യങ്ങൾ വരുന്ന പരാമർശങ്ങൾ എങ്ങനെയാണ് ദേശീയതയുടെ ഐക്കൺ എന്നാണല്ലോ നമ്മൾ പറയുക, അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്നത് എന്നത് ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ച് നിയമപരമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായമുള്ള രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും മനുഷ്യരും ഒക്കെ വസിക്കുന്ന ഒരു നാട് കൂടിയാണ് ഇത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, BJP ഹാൻഡിലുകൾ മുഴുവനും ഇന്ന് പറയുന്നത് AICCയിൽ സംഭവിച്ച നല്ല കാര്യമാണ്, നിങ്ങൾ ഈ വഴിക്ക് വരൂ എന്നുള്ളതാണ്. അപ്പം ആ വഴിക്ക് പോവേണ്ടതുണ്ടോ എന്നും ആ വഴിക്ക് വരുന്നു എന്ന് ചിത്രീകരിക്കപ്പെടേണ്ടതുണ്ടോ എന്നും കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്. വന്ദേമാതരത്തിൽ വെട്ടിലായോ കോൺഗ്രസ്? വെട്ടിലായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് ഇന്ത്യയിലെ കോൺഗ്രസിനെ വിലയിരുത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ത്യയിൽ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഇപ്പം നമ്മൾ കേന്ദ്രം കേരളത്തിലേക്ക് കത്തയച്ചു. ആ കത്ത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി എല്ലാവർക്കും കൊടുത്തു, താഴേക്ക് ഇറക്കി. എന്ത് പറഞ്ഞു? വന്ദേമാതരം പാടണം എന്ന് പറയുന്നു. ഇതേപോലെ തന്നെ എല്ലാ സംസ്ഥാനത്തിനും കത്തയച്ചിട്ടുണ്ടാവും. അവിടെ ഏതെങ്കിലും ഒരു മാധ്യമം ചർച്ച ചെയ്തിട്ടുണ്ടാവോ ഇത്? ഇന്ത്യയിൽ കേരളം ഒഴിച്ച് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ഒരു മാധ്യമങ്ങളും വന്ദേമാതരം പാടണ്ട എന്ന് ചർച്ച ചെയ്യാൻ ധൈര്യമുള്ള ഒരു മാധ്യമം ഇന്ന് ഇന്ത്യയിലില്ല. അതിന് പുറത്ത് പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ അറിയുക കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത്? ജനങ്ങൾ അറിയുക എന്താണ്? അറിയുന്നത് കുറച്ചെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്, അല്ലാതെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അറിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ എന്തൊക്കെ പുകിലുണ്ടായി? കത്തയച്ചപ്പോൾ തുടങ്ങി മാധ്യമങ്ങൾ ഇടപെടുന്നു, പ്രതിപക്ഷം ഇടപെടുന്നു, മുഖ്യമന്ത്രിയുടെ ചോദ്യം വരുന്നു, മുഖ്യമന്ത്രി 15-ാം തീയതി കാണാമെന്ന് പറയുന്നു, അതിനനുസരിച്ച് ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇന്ത്യയിൽ കോൺഗ്രസ്സിന് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്ന, കോൺഗ്രസ്സിന് ഇവിടെ അബദ്ധം പറ്റിയതാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പാടാൻ എന്തായാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉദ്ദേശിച്ചിട്ടില്ല, അത് അവരെ മല്ലികാർജ്ജുന ഖാർഗെ ഉദ്ദേശിച്ചിട്ടില്ല. അത് അവരെ പ്രതികരണം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, അത് മനസ്സിലാവുകയും ചെയ്യുന്നതാണ്. പക്ഷേ എന്താണ്, അവിടെ 2 വരി പാടാൻ അവർ തീരുമാനിച്ചിരുന്നു അല്ലേ? അതുകൊണ്ടാണല്ലോ അത് പാടാൻ വേണ്ടി, അത് അവർക്ക് അറിയുകയും ചെയ്യാം. 2 സ്റ്റാൻസ് പാടാൻ വേണ്ടി അവർ തീരുമാനിച്ചിരുന്നു, അത് അവർക്ക് അറിയുകയും ചെയ്യാം. ബാക്കിയുള്ളത് അതിൻ്റെ കൂടെ ഉണ്ടോ എന്ന് നോക്കാൻ ഒരാളവിടെ വേണ്ടേ? ആ ആളില്ല. ശരിക്കും KC വേണുഗോപാലിൻ്റെ അവിടെ കണ്ടു എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞു, അവിടെ അത് നോക്കാനൊരു സംവിധാനം വേണ്ടേ? അത് നോക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അത് അവിടെ പാടുകയും ചെയ്യുന്നു. ഇവർക്ക് തടസ്സപ്പെടുത്താനും കഴിയുന്നില്ല. തടസ്സപ്പെടുത്തണ്ടയോ വിത്തിൻ സെക്കൻഡ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെ തീരുമാനം എടുക്കും എന്നുള്ളതിനൊരു ആശയക്കുഴപ്പം അവിടെ വന്നു എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ എന്താണ് സംഭവിച്ചത്? തെലുങ്കാനയിൽ എന്താണ് സംഭവിച്ചത്? കർണാടകയിലും തെലുങ്കാനയിലും പിന്നെ ഒരു സംസ്ഥാനം കൂടെ ഉണ്ടല്ലോ, ഹിമാചൽ പ്രദേശിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെയൊന്നും ഈ ഒരു നിലപാടിനെതിരെ കോൺഗ്രസിന് നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. ഒറ്റ കാര്യമുള്ളൂ, എന്താ അറിയോ? ഈ തീവ്ര ഹിന്ദുത്വ നിലപാടും മൃദു ഹിന്ദുത്വ നിലപാടും തമ്മിലുള്ള പ്രശ്നമാണത്. കാരണം ഇപ്പം എന്താണ് കോൺഗ്രസ് എല്ലാ കാലത്തും എടുത്തിരിക്കുന്നത്? എന്താണ്? ന്യൂനപക്ഷങ്ങളൊപ്പം നിൽക്കുകയും മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് എല്ലാ കാലത്തും കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. തീവ്ര ഹിന്ദുത്വ നിലപാട് BJP സ്വീകരിക്കും. അപ്പോൾ ആ BJPക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം എന്താണ്? ദേവീസ്തുതി പാകുന്ന ഭാഗം കോൺഗ്രസ് പാടുന്നില്ല എന്നുള്ളത് രാജ്യത്ത് മുഴുവൻ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് പാടും. അതുകൊണ്ടാണ് BJP കോൺഗ്രസിനെതിരെ വരാൻ പറ്റും. അതുകൊണ്ടാണ് BJP അതിനെ ഊന്നി കൊണ്ടിരുന്നത്. അല്ലാതെ BJPനെ സംബന്ധിച്ചിടത്തോളം വന്ദേമാതരം ഇന്ത്യയിൽ മുഴുവൻ പാടട്ടെ എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയതല്ല. പൂർണ്ണമായും പൊളിറ്റിക്കൽ ഇൻറ്റൻഷനാണ്.
പൊളിറ്റിക്കലി അവർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ കോൺഗ്രസ് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഈ വന്ദേ ഭാരതത്തെ ഉപയോഗിക്കാം എന്നുള്ളൊരു ടൂളായി അവർ വെച്ചിരിക്കുകയാണ്. നേരത്തെ പി ആർ സുനിൽ പറഞ്ഞ പോലെ ആ ടൂളിനെ കോൺഗ്രസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ ആ കാര്യത്തിനകത്ത്. എന്താ നിലപാടെന്ന് പറയുന്നത്? 2 സ്റ്റാൻസ പാടാൻ നേരത്തെയും തീരുമാനമുണ്ട്, ഇന്നും തീരുമാനമുണ്ട്, അത് ഞങ്ങൾ പാടും എന്നുള്ള നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ കേരളത്തിനും എല്ലാ കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളെയും ഇന്ത്യക്കും ബാധകമാകുന്ന രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുക, അത് മുന്നോട്ട് പോവുകയും വേണമായിരുന്നു. പക്ഷേ അതിനകത്ത് അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർണാടകയിൽ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല രാഹുൽ ഗാന്ധിയോ പിന്നെ മല്ലികാർജ്ജുന ഖാർഗെയോ വിളിച്ച് പറയുകയാണ് കർണാടകയിൽ 2 ചാൻസ് പാടിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന DK ശിവകുമാർ പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അതുപോലെ തന്നെ തെലങ്കാനയിൽ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അവിടെയൊക്കെ കോൺഗ്രസ് പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ അവരെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എല്ലാ രാജ്യത്തിൻ്റെ മുഴുവൻ എത്തിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ എന്നുള്ളതല്ല. ഇപ്പം നമ്മൾ CJP സമരം കണ്ടല്ലോ. CJP സമരത്തിൻ്റെ സമയത്ത് എന്താണ്, CJPൻ്റെ സമരത്തിൽ നിന്ന് ഒരാൾ ഒരു ദിവസം വന്ന് ഒരു പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റോ ഇട്ട് തുടങ്ങി ഒരാഴ്ച കൊണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിന് ആൾക്കാരിലേക്ക് എത്താൻ ആ ഒരു പാർട്ടിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ പാർട്ടി ഇന്നലെ ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതിനെന്താണ് ക്ലാരിറ്റി അല്ല ക്ലാരിറ്റി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങളെ ആ കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ കോൺഗ്രസിന് അത്രയും വലിയ സമരം നടത്തിയും കോൺഗ്രസ് CJPനൊപ്പം എത്തിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ആ ഒരു ചങ്ങലയോ ആ പറയുന്ന സംവിധാനമോ കോൺഗ്രസിനെ കൊണ്ട് എത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ കോൺഗ്രസ് നേരിടുന്നത് വലിയൊരു പ്രശ്നങ്ങളെയാണ്. അത് നമ്മൾ ഇവിടെ ഇരുന്ന് കേരളത്തിലിരുന്ന് കണ്ടാൽ മനസ്സിലാവും എന്നുള്ളത് തോന്നുന്നില്ല. ഇപ്പോൾ എന്തുകൊണ്ട്, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് അല്ലെങ്കിൽ സോണിയാഗാന്ധിക്കെതിരെ കേസ് വരും എന്ന് വിചാരിച്ചിട്ട് സോണിയാഗാന്ധിനെ പോലെ ഒരാൾക്കെതിരെ ഒരു നല്ല കേസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതും കൂടെ നമ്മൾ കാണണം. അപ്പോൾ അവിടെ ഒരു കേസ് വരും എന്നുള്ളത്, അങ്ങനെ അതിന് ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവോ എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു ബലം കഴിഞ്ഞ 12 വർഷമായിട്ടോ 13 വർഷമായിട്ടോ കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കിട്ടി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞ 12 വർഷമായിട്ട് കോൺഗ്രസിനെ ശക്തമായി സമരം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അടുത്ത കാലത്തുള്ള CJP വന്ന് വേറൊരു ബദൽ സംവിധാനം വന്നതിൻ്റെ ഒപ്പമാണ് കോൺഗ്രസ് സമരത്തിന് ഇറങ്ങുന്നത്. അതിന് മുൻപ് കോൺഗ്രസിന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ടാർഗറ്റഡ് എന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് രാഹുൽ ഗാന്ധിനെ ഫോക്കസ് ചെയ്യും, നേരിട്ട് സോണിയാഗാന്ധിനെ ഫോക്കസ് ചെയ്യും, നേരിട്ട് പ്രിയങ്ക ഗാന്ധിനെ ഫോക്കസ് ചെയ്യും, നേരിട്ട് എന്താണ് വധേരനെ ഫോക്കസ് ചെയ്യും. വധേരനെ ഇട്ട് പ്രിയങ്കാന്തിനെ പിടിക്കാൻ നോക്കും, പ്രിയങ്കാന്തിനെ ഇട്ട് വധേരനെ പിടിക്കാൻ നോക്കും. കാരണം ഇത് കോൺഗ്രസിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു പ്രസിഡൻഷ്യൽ പാർട്ടിയാണ്, അല്ലെങ്കിൽ പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഒരു കുടുംബമാണ്, വളരെ ഈസി ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിൽ നിന്ന് കോൺഗ്രസിന് എങ്ങനെ രക്ഷ നേടാൻ പറ്റും എന്ന് നോക്കുന്ന സമയത്താണ് ഒരു CJP പോലത്തെ ഒരു സമരം വരുന്നത്. അപ്പം കോൺഗ്രസ് നിലപാടെടുക്കുന്ന എന്താണ്, CJP അവരെ സമരം നടത്തിക്കോട്ടെ, ഞങ്ങൾ ഇവിടെയും കൂടെ കൂടുക. അപ്പോൾ അതൊരു വലിയ സംവിധാനമാവും. അത് കോൺഗ്രസ് ഹൈജാക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക? കോൺഗ്രസ് ഉണ്ടാവില്ല, CJP ഉണ്ടാവില്ല. കാരണം എന്താണ്, അവർക്ക് പിന്നെ CJPനെ പിടിക്കേണ്ട കാര്യമില്ല, ആരെ പിടിച്ചാൽ മതി, ഈ കോൺഗ്രസിനെ പിടിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ച കാര്യം, രാഹുൽ ഗാന്ധി അറ്റയാളോട് പറഞ്ഞു വിടുന്നുണ്ട് സോണിയാഗാന്ധിയോട് പറയാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ ഒരു നിന്ന ഒരാളോട് പറഞ്ഞു വിടുന്നത്. പറയുന്നത് എന്താ, ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ഇത് തൊടണ്ട, കാരണം ഇത് തടസ്സപ്പെടുത്തണ്ട എന്നുള്ള നിലയ്ക്ക് തന്നെ ആയിരിക്കും. അല്ല തടസ്സപ്പെടുത്തിക്കോളാനാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ആ പാടുന്നവരോട് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ മതിയല്ലോ, അത് നോക്കണ്ട എന്നുള്ളത്. പക്ഷേ അതിനൊരു പ്രിക്കോഷൻ കോൺഗ്രസ് എല്ലാ കാലത്തും എടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മെല്ലെ മെല്ലെ അവർക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ പറഞ്ഞ ഗാന്ധി കുടുംബത്തിൽ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമ്മളെല്ലാം ജനാധിപത്യ പാർട്ടിയാണ് സംവിധാനമൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപ്പെടുത്തി, അപ്പോൾ അവർക്ക് അവരുടെ നിലനിൽപ്പും കൂടെ നോക്കിയിട്ട് വേണം ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും പറയുന്നത് പോലെ അല്ലെങ്കിൽ കേരളത്തിൽ കൈകാര്യം ചെയ്യും. കാരണം കേരളം എന്ന് പറയുന്ന വേറൊരു ശൈലിയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ്. കാരണം ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് എന്താണ്, ഒരു പാർട്ടിയിൽ ഒതുങ്ങി നിൽക്കുന്ന സംവിധാനമല്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് പോലെ, ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെ കേരളത്തിന് പുറത്ത് പോയിരുന്ന് ചർച്ച ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ്, ഈ 2 സ്റ്റാൻസേ പാടുന്നുള്ളൂ, കോൺഗ്രസ് അതിൻ്റെ ഭാഗത്ത് മുന്നോട്ട് പോയി നിൽക്കും എന്നുള്ള കാര്യം പറയുകയും കേരളത്തിലടക്കം ഈ 2 സ്റ്റാൻസ് പാടി അവസാനിപ്പിക്കുകയും വേണമായിരുന്നു. പക്ഷേ എന്ത് ചെയ്തില്ല, അത് അവരുടെ മുതു നിലപാടാണ് എന്നുള്ളൊരു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു മെസ്സേജ് കൊടുക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. അതിൻ്റെ ഒരു പ്രതിഫലമാണ് ഇന്ന് AICC ആസ്ഥാനത്ത് കണ്ടത്. ശരി, വന്ദേ മാതരത്തിൽ വെട്ടിലോ എന്നതായിരുന്നു ചോദ്യം. 4 പേരും യെസ്. Meet the editors.